നമസ്കാരം, ഞാൻ ജയന്താണ്. ആടുജീവിതം എന്ന് പറയുന്ന ഒരു കൂതറ ശേഷം നമ്മുടെ പൃഥ്വിരാജ് നായകനായി എത്തുന്ന അടുത്ത ചിത്രമാണ് ഗുരുവായൂർ അമ്പലനടയിൽ. ഒരു പാട്ടുണ്ട്, ഒരു മനോഹരമായ ചിത്രം. മിക്കവാറും ആ പാട്ട് നീ കാണാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാര്യം ഇപ്പം എല്ലാ പടങ്ങളിലും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പഴയ നല്ല കുറേ കലാകാരന്മാർ ചെയ്തു വെച്ച് നല്ല കുറേ പാട്ടിനെടുത്ത് കുറച്ചുകൂടെയൊക്കെ വേരിയേഷൻ വരുത്തി ഇപ്പം പല പടങ്ങളും ഇപ്പം ലാസ്റ്റ് ഇറങ്ങിയ ഒരു ചിത്രമാണെങ്കിൽ പോലും ആ മനോഹരമായ ഗാനം അതിലുണ്ടായിരുന്നു. അതിന് തൊട്ട് മുന്നേ ഇറങ്ങിയ ഒരു പടത്തിലും മനോഹരമായ ഒരു ഗാനം ഉണ്ടായിരുന്നു. ഇനി ചിലപ്പോൾ ആ പടം ആൾക്കാർ ആ പാട്ടൊക്കെ കേട്ട് ചിലപ്പോൾ അറിയാലോ, പഴയ ജനങ്ങളും കാണാൻ കയറുന്നുണ്ട് പടം, അവരെ കയ്യിലെടുക്കാൻ ചെയ്യുന്നതായിരിക്കാം, എനിക്കറിയത്തില്ല. എന്തായാലും ഒരു കോമഡി ചിത്രമാണ്. ട്രെയിലർ കണ്ടപ്പോൾ അതാണ് മനസ്സിലായത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടൊന്നുമില്ല, അങ്ങും കുറെ കളി കോമഡികളുണ്ട്. നമ്മുടെ ബ്രോഡാളി പോലെയൊന്നും ആവാതിരിക്കട്ടെ എന്തായാലും പടം. പിന്നെ പൃഥ്വിരാജിന് ഓസ്കാർ കിട്ടും, വേൾഡ് കപ്പ് കിട്ടും എന്നൊക്കെ പറയുന്നവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ള കാര്യം, എന്തിന്, അതിനു വേണ്ടി എന്ത് ചെയ്തു? തടി കുറച്ചതിനാണോ ഓസ്കാർ കൊടുക്കാനുള്ളത്? അങ്ങനെയായിരുന്നെങ്കിൽ ജയസൂര്യക്ക് എന്ത് ഓസ്കാർ കൊടുക്കാത്തത്? അപ്പോ തിക്കിരി എന്ന് പറയുന്ന ഒരു ചിത്രത്തിന് വേണ്ടി ജയസൂര്യ, എനിക്ക് തോന്നുന്നു പൃഥ്വിരാജ് 4 വർഷം കൊടുത്തത് നമ്മുടെ ഇന്നത്തെ ജയസൂര്യ വെറും 1 വർഷം അല്ലെങ്കിൽ 6 മാസമോ കൊണ്ടാ എനിക്ക് തോന്നുന്നു ആ ചിത്രം ചെയ്തേക്കുന്നു. പക്ഷെ ആ സിനിമ പൊട്ടിച്ചു, എല്ലാവരും കൂടെ പൊട്ടിച്ചു. കാര്യം ജയസൂര്യയുടെ അന്ന് ഒരുപാട് പടങ്ങൾ ചേർത്ത് പൊട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. ആട്, പിന്നെ ലാൽ ബഹദൂർ ശാസ്ത്രി, പിന്നെ ഒരുപാട് ചിത്രങ്ങൾ അന്ന് ഒരേ ടൈമിൽ തന്നെ 6 or 7 ചിത്രങ്ങൾ ഒരുമിച്ച് പൊട്ടിയതിൻ്റെ ഇടയിൽ വന്ന് പൊട്ടിപ്പോയ ഒരു ചിത്രമാണ് ഈ അപ്പോ തിക്കിരി എന്ന് പറയുന്ന ചിത്രം. പക്ഷെ ആ സിനിമ ഇത് കേട്ട് ചിലപ്പോൾ ആരെങ്കിലും ജസ്റ്റ് ആവുന്ന എടുത്ത് നോക്കാം, ഞെട്ടിപ്പോവും. ജയസൂര്യയുടെ ആ ഒരു മാറ്റം ഞെട്ടിപ്പോവും. പക്ഷെ അതൊക്കെ വെച്ച് നമ്മുടെ പൃഥ്വിരാജ് ഇത്രയും നാളൊക്കെ എടുത്തെന്ന് വെച്ചാൽ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. എന്തായാലും കുറ്റപ്പെടുകയല്ല, ചാരും ഞാൻ തുറന്നു പറഞ്ഞു. എല്ലാ ആരാണ് ഞാൻ പറയും. പോരാ, സമോസ പോരാ. എന്തായാലും ചിത്രം എല്ലാവരും വന്ന് കാണണം, നല്ല ചിത്രമാണ് തോന്നുന്നു. എനിക്കറിയത്തില്ലല്ലോ, ഞാൻ കണ്ടില്ല. ട്രെയിലർ കൊള്ളാം, തിരക്കേടില്ല, കോമഡിയും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് എന്തായാലും കരഞ്ഞിറങ്ങിയവർക്ക് ഇനി തിരിച്ചിറങ്ങാം കുറച്ച് നാളത്തേക്ക്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടൊന്നുമില്ല. ബേസിൽ ജോസഫിനെ പറ്റി അറിയാമല്ലോ, പുള്ളി ഒരു നല്ലൊരു കോമഡി റോൾ അത് ചെയ്യുന്നുണ്ട്. അനശ്വര രാജനൊക്കെ ആയിട്ടുള്ള ഒരു കോംബോ നല്ലതായിരിക്കും. എന്തായാലും പടം കാണാൻ വെയിറ്റിംഗ് ആണ്.